നാഥനെ സ്വർഗത്തിലെയും മേരി ശബ്ദം അടിയങ്ങൾക്ക് ആവശ്യമായിരിക്കാൻ സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകണമേ കർത്താവേ. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ വണ്ണം അനുസരണമുള്ള മക്കളായി ജീവിപ്പാൻ അത് 30 100 മേനി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം സഹായിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് അല്പസമയം കൂടെ പൊന്നുപാദപീഠത്തിലായിരിക്കുമ്പോൾ ഭയത്തോടും ഭക്തിയോടും സന്നിധി ബോധത്തോടു കൂടി അയപ്പാൻ സഹായിക്കും. സകലതും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ ദയതോന്നി ഉത്തരവാദിമാറാകണമേ പരപിതാവേ. ആമേൻ. നമ്മൾ വിശുദ്ധ കാര്യങ്ങൾ ഉയർത്തി കർത്താവേ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗത്തിൽ ദൈവം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. പാട്ടുകൾ പാടി ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ വലിയ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി മരുഭൂമിയിൽ നമ്മുടെ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെ അതിശയകരമായി മരുഭൂമിയിൽ പരിപാലിച്ചു. വരാവുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു പരിപാലിച്ചു. ഇന്ന് രാത്രികാലം കർത്താവ് തന്ന ബലത്തോടെ ആരോഗ്യത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധാനം താഴ്ത്തിയേൽപ്പിക്കാം. ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ സൗഖ്യമുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് രാത്രികാലം നമ്മൾ ആരാധിക്കുമ്പോൾ വിടുവിക്കത്തില്ല എന്ന് വാദിക്കുന്ന ചില അന്ധകാര ശക്തികൾ തകരുന്ന ഒരു രാത്രിയായി തീരട്ടെ. നമുക്കൊരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കാം. എല്ലാവർക്കും അറിയാവുന്ന പാട്ട്, ആരാധനയ്ക്ക് യോഗ്യനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും. മാത്രമേ നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധന
Adimado
ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. എൻ സഹായം വാനം ഭൂമി
പാലകൻ താൻ ഇല്ലെനിക്കു ഏതാമൊട്ടും. യഹോവയേ പാലകൻ താൻ ഇല്ലെനിക്കു ഏതാമൊട്ടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളോ വൻകേരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകേരിയിൽ. ദൈവമക്കളെ, ദിവസം നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പ്രാർത്ഥന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വേഗത്തിൽ സ്റ്റേജിൽ വന്ന് നിങ്ങളുടെ ടെസ്റ്റിമണി ടൈമിന് വേണ്ടി പ്രിപ്പയർ ആകണം. ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വേഗത്തിൽ വേഗത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നത്തെ സഭായത്തെ അനുഗ്രഹത്തിന് വേണ്ടി വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ സുമ സിസ്റ്റർ ശബ്ദമേറ്റി ചുരുക്ക വാക്കുകളിൽ ആമേൻ പ്രാർത്ഥിക്കും. വേറെ വിഷയങ്ങളിൽ നിന്നും എടുത്ത് പ്രാർത്ഥിക്കാതെ വേണം ഇന്നത്തെ കൂടി വരെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സമയത്തിനായി വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യാൻ. ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, മരുഭൂമിയിൽ ദൈവസഭയായി ആമേൻ ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ കർത്താവിനെ ഹല്ലേലൂയ, ആത്മാവിലും സത്യത്തിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ, ആമേൻ അവിടുത്തെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവേ അപ്പാ അവിടുത്തെ ഞങ്ങൾക്ക് തന്ന ബലത്തിനായി സ്തോത്രം കർത്താവേ, സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ദൈവസഭയായി ദൈവം ഞങ്ങളെ എല്ലാവരെയും അവിടെ ഇവിടെയായി പരിപാലിച്ചു. ദൈവം ചെയ്ത സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും സ്തോത്രം ചെയ്യാണ് കർത്താവേ. പ്രത്യേകിച്ച് വിശുദ്ധ ആരാധന ദൈവത്തിനും പ്രസാദമായി തീരട്ടെ. ഇന്ന് രാത്രികാലം കർത്താവേ ഹല്ലേലൂയ, ഈ ആരാധന മധ്യേ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ആമേൻ, ഞങ്ങൾ കേട്ടതുപോലെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആ ശക്തിയോടെ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതലേ ഹല്ലേലൂയ ദൈവത്തിന്റെ നിറവേൽ കർത്താവേ, ആത്മനിറവേൽ കർത്താവേ, ആമേൻ ഹല്ലേലൂയ. മീറ്റിംഗ് കർത്താവേ കൺക്ലൂഡ് ചെയ്യുന്നോടം വരെ ദൈവ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ മറയ്ക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവേ, ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷയും ദൈവത്തിന് പ്രസാദമായി തീരട്ടെ. കർത്താവിന്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ കർത്താവേ. പ്രത്യേകിച്ചും കർത്താവേ, കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ, കുടുംബമായി ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. ആമേൻ, രാത്രികാലം കർത്താവേ ദൈവാത്മാവിലൂടെ വീണ്ടും ഞങ്ങളോട് സംസാരിക്കുവാൻ ഹല്ലേലൂയ, അഭിഷേകത്തിനെ ക്രൂശിന്റെ മറവിൽ നിർത്തുന്നതിനായി സ്തോത്രം കർത്താവേ. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവേ ഹല്ലേലൂയ ആമേൻ വചനം പറയുവാൻ ദുഃഖവേണം കർത്താവേ. ദൈവം എല്ലാവരെയും ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷയും ആദ്യോട് അന്ത്യം വരെ കർത്താവ് തന്നെ പരിശുദ്ധാത്മാവ് തന്നെ ഭരിച്ചു നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴേയും താഴ്ത്തി സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന ശബ്ദം കേട്ടുകൊണ്ട് സ്തോത്രം. സകലമാനവും മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ ചേർന്ന് നമുക്കൊരു ഇംഗ്ലീഷ് ഗാനം പാടി ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. All to Jesus I surrender. Yes. All to Jesus I surrender. നിങ്ങൾക്കറിയുന്ന പാട്ട് ചേർന്ന് പാടാം. Trust you in your presence daily. ഒന്നിച്ചൊരു ശബ്ദത്തോടെ കരങ്ങൾ ഉയർത്തി. I surrender all. Children, you can lift your hands if possible. Lift your hands. Boys, lift your hands and sing. All to thee, my precious Savior, I surrender all. All to Jesus I surrender. Lord, I give myself to thee. Fill
കുഞ്ഞുങ്ങളെല്ലാം ചേർന്ന് 3 ഹാലലുയ പറഞ്ഞ് ആമേൻ സ്തോത്രം. ഈ സമയം ഞാൻ 1 2 3 പറയും, അന്നേരം ബോയ്സ് ആൻഡ് ഗേൾസ് ടുഗദർ സേ ഹാലലുയ. 1 2 3. Once again, 1 2 3. Hallelujah. Praise the Lord. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. I need a few minutes of yours. നിങ്ങളെ കഴിഞ്ഞ മാസം ലാസ്റ്റിൽ നടന്ന സൺഡേ സ്കൂൾ ആനിവേഴ്സറിയുടെ ഫോട്ടോ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അന്നത്തെ വീഡിയോസ് ഒരു റീക്യാപ്പ് ഇവിടെ പ്ലേ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിൽ പ്രവർത്തിച്ച കുഞ്ഞുങ്ങൾ, അധ്വാനിച്ച കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു. അതിൽ പുറകിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച, ഇവരെ പഠിപ്പിച്ച ടീച്ചേഴ്സിനായി സ്തോത്രം, കോർഡിനേറ്റേഴ്സിനായി സ്തോത്രം. ഞാൻ ആഷിൻ വന്നിട്ടില്ല. പ്രിയാഷിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയാഷൻ ഇതിലെ പുറകിലെല്ലാം പ്രവർത്തിച്ചു. എനിക്കറിയാം, ഞാൻ വിളിച്ചാലും മുമ്പിൽ സ്റ്റേജ് വരാത്ത ഒരു സഹോദരനായിരിക്കും. ആമേൻ. അധ്വാനിച്ചു. ഇതിലെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റും എനിക്ക് തന്ന ഒരു സഹോദരൻ. ആമേൻ സ്തോത്രം. ആ സഹോദരനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ സഭയുടെ നടുവിൽ പ്രിയ ആഷിനെ റെക്കഗ്നൈസ് ചെയ്യുവാനുള്ള സമയമായിരുന്നു. ദൈവം സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നാട്ടിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ 12th സ്റ്റേറ്റ് ബോർഡ് എക്സാമിൽ ആമേൻ റിസൾട്ട് വന്നു. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹപ്പെട്ട റിസൾട്ട് നാട്ടിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകി തന്നു. അതിനായി ദൈവമക്കളെല്ലാം അല്പസമയം നിങ്ങൾ കരങ്ങൾ നീട്ടി അല്പസമയം പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തേ. ഓൾ ഓഫ് യു ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ആമേൻ ദൈവസന്നിധിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ 10th 12th കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. 12th കഴിഞ്ഞ കുഞ്ഞുങ്ങൾ ഇവരെ ആമേൻ സ്തോത്രം എൻട്രൻസ് എക്സാംസ് നടക്കുന്നു. അതിനുശേഷം ഇവരെ ദിവസങ്ങൾ അഡ്മിഷൻ വേണ്ടി ആമേൻ അത് കഴിഞ്ഞ് കോളേജിന് വേണ്ടി കടന്നു പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ കുഞ്ഞുങ്ങളെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇന്ന് ചൈൽഡ് എഡ്യൂക്കേഷൻ ഉള്ള ഒരു സഭായുണ്ട്. ദൈവമക്കൾ അല്പസമയം നിങ്ങൾ അന്തരങ്ങൾ തുറന്ന് ആമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തേ. അന്യഭാഷകളിൽ ആമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേ. നമ്മുടെ കുഞ്ഞുങ്ങളെ വഹിച്ച് പ്രാർത്ഥിച്ചേ. നശിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുടെ നടുവിൽ, തലമുറയുടെ നടുവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി. യെസ്, ഹല്ലേലൂയ. അത് ബാസ്കറ്റിൽ മാത്രമല്ല, ദൈവം അയക്കുന്ന ഏത് ദേശത്തിലും കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളെ വഹിച്ച പ്രിയ തോമസ് ബ്രദർ, വാദിയതായ തോമസ് ബ്രദർ ചുരുക്കവാക്കുകളിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവേ ഹല്ലേലൂയ നശിച്ചുപോകുന്ന എത്രയോ കുഞ്ഞുങ്ങൾ കർത്താവേ അവരുടെ നടുവിലൊക്കെയും കർത്താവ് പ്രകാശമായി അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഈ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മാനിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി ദൈവരാജ്യത്തിന് കെട്ടുമണിക്ക് ഉപയോഗമുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. സകലവും യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണം പുണ്യപിതാവേ. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ ഗോ ബാക്ക്. പ്രൈസ് ദി ലോർഡ്. തിരിച്ചു പോയി നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കാം. നമ്മൾ സങ്കീർത്തനം വായിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചേർന്ന് നമുക്ക് 128 സങ്കീർത്തനം ഇന്ന് ദൈവസഭയിൽ നമുക്ക് വാക്യമായി വായിച്ച് ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. Psalms 128. ഹല്ലേലൂയ. സങ്കീർത്തനം ആമേൻ 128. ആമേൻ സ്തോത്രം. ദൈവസഭ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവവചനം എടുത്ത് ബൈബിൾ ഓപ്പൺ ചെയ്ത് Psalms 128 നമുക്ക് വാക്യമായി ദൈവസഭ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മ കാണും. ചേർന്ന് വായിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചോടുന്ന നിമിഷം പ്രാർത്ഥിച്ചേ. യഹോവ സിയോനിൽ നിന്ന്
നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമക്കളെ, നിങ്ങൾ അടുത്തിരിക്കുന്ന അമ്മേ സഹോദരൻ സഹോദരിയെ ദൈവസന്നിധിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. അരാമേൻ അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങൾ നിങ്ങൾ അടുത്തിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. കർത്താവേ, തന്നിരിക്കുന്ന ഈ സംഗീതന ഭാഗത്തിനായി സ്തോത്രം. ദൈവം ഞങ്ങളോട് ഇടപെടണമേ, സംസാരിക്കണമേ കർത്താവേ. ഈ വചനപ്രകാരം ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടിരിക്കാം. കടന്നു വന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നടുവിലായിരിക്കുന്ന ദൈവദാസന്മാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന, നമ്മൾ എടുത്തിരിക്കുന്ന ഈ സംഗീതന ഭാഗം ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ആമേൻ പ്രിയ സാജു ബ്രദറെ ആമേൻ കുടുംബത്തിന് ദാനമായി കൊടുത്ത രണ്ടാമത്തെ പൈതൽ ഡെഡിക്കേഷൻ കൂടെ ഉണ്ടല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. ആ ഒരു കണക്ഷൻ, ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗീതനം നമ്മൾ എടുത്തിരിക്കുന്നത്. ആമേൻ സ്തോത്രം. ഈ സഭായത്തോടു കൂടെ തന്നെ നമ്മളെ സുമാസിന്റെ ഫെയർവെല്ലും നടക്കണം. നിങ്ങൾക്ക് സാക്ഷ്യത്തിന് സമയം തരണം. ആമേൻ സ്തോത്രം. നല്ല കാര്യങ്ങൾ ഭംഗിയായി സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഈ സഭായത്തിന് ശേഷം ഫുഡിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, അതിനായി സ്തോത്രം. കടന്നു വന്ന ഓരോ ദൈവമക്കളെയും ആമേൻ ദാസന്മാരെയും സഹോദരന്മാർ കുഞ്ഞുങ്ങളെല്ലാം ഓരോരുത്തരെയും യേശുവിന്റെ നാമത്തിൽ, ക്രിസ്തു യേശു നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഈ സമയത്തിൽ രേഖപ്പെടുത്തുന്നു. വേഗത്തിൽ ഞാൻ ഈ വാക്യങ്ങൾ ആമേൻ അധികം ഒന്നും വായിക്കുന്നില്ല. ആമേൻ അതിനെ രണ്ടാം വാക്യം ആദ്യം വായിച്ചേ. രണ്ടാം വാക്യം, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് നന്നായി അറിയുന്ന വാക്കുകളാ, നന്നായി അറിയുന്ന സങ്കീർത്തനമാ. പക്ഷേ ഈ രണ്ടാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് നിന്റെ കൈകളുടെ അധ്വാന ഫലം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവമക്കൾ അധ്വാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവർക്ക് ഫലം ലഭിക്കുന്നത്. ആമേൻ സ്തോത്രം. മടിച്ചിരുന്നാൽ ആർക്കും ആമേൻ സ്തോത്രം ഫലം ലഭിക്കത്തില്ല. യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ നന്നായി പഠിക്കണം, നിങ്ങൾ അധ്വാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഡു ദ ഹാർഡ് വർക്ക് അറ്റ് ഹോം. ഹല്ലേലൂയ. നിങ്ങൾ നന്നായി പഠിക്കണം. ഹല്ലേലൂയ. ആമേൻ സഹോദരിമാർ, ആമേൻ നിങ്ങൾക്ക് ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കണം. അധ്വാനിക്കുന്നവർക്ക് ഫലം ലഭിക്കും. നീതിമാനായ ദൈവം അതിന്റെ ഫലം നിങ്ങൾക്ക് നൽകി തരും. ഹല്ലേലൂയ. മൂന്നാം വാക്യം, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ആമേൻ ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഇപ്പം ഞാൻ സമയം എടുക്കുന്നുണ്ട്. ഡെഡിക്കേഷന്റെ ടൈം, ഫാമിലിയുടെ ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ വാക്യത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ സ്തോത്രം. ദൈവമക്കളെ, ആത്മീയമായ ജീവിതവും കുടുംബം ജീവിതമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. There is a big connection between spiritual life and family life. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആത്മീയമായി ഹല്ലേലൂയ എത്ര സ്റ്റേജ് ഇളക്കിയാലും നിങ്ങളുടെ കുടുംബജീവിതം ശരിയല്ലെങ്കിൽ, ഹല്ലേലൂയ, കുടുംബജീവിതം വിശ്വസ്തത പാലിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ അത് വേറും ആമേൻ സ്തോത്രം ഒരു ശൂന്യ അവസ്ഥയായിരിക്കുന്നു. ദൈവമക്കൾ, എത്ര പേര് എന്റെ കൂടെ ഈ ദൂത് മനസ്സിലാക്കുന്നുണ്ട്? എത്ര ഞാൻ കൈയടിച്ച അന്യഭാഷ പറഞ്ഞ് പ്രവചിച്ചാലും, ഹല്ലേലൂയ, ഞാൻ ആമേൻ എത്ര കാര്യങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞാലും എന്റെ കുടുംബജീവിതം, എന്റെ ഭാര്യയോടും എന്റെ കുഞ്ഞുങ്ങളോടും ഞാൻ സ്നേഹം കാണിച്ചില്ലെങ്കിൽ എന്റെ ക്രിസ്തീയ ജീവിതം ശൂന്യമായിരിക്കും. Hallelujah. അതുകൊണ്ട് ദൈവമക്കളെ, there's a big connection between spiritual life and family life. Hallelujah. എൻ്റെ മുമ്പിലായിരിക്കുന്ന പിതാക്കരെ, എൻ്റെ മുമ്പിലായിരിക്കുന്ന parents, mothers and fathers, നിങ്ങൾ മനസ്സിലാക്കണം. Hallelujah. നിങ്ങളെ കുഞ്ഞുങ്ങളാ, നിങ്ങളെ ആത്മീയ ജീവിതം നന്നായി പഠിക്കുന്നവർ. Hallelujah. സഭയിൽ വന്ന് എത്ര നന്നായിട്ട് നിങ്ങൾ ഷോ കാണിച്ചാലും ഇവരാ നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്നത്, ഇവരെ നിങ്ങളെ നന്നായി അറിയുന്നവരാ. അതുകൊണ്ട് ദൈവമക്കളെ, ഭവനത്തിലും സഭയിലും നിങ്ങളുടെ യാത്രയിലും നിങ്ങളുടെ വാഹനത്തിലും നിങ്ങൾ റെസ്റ്റോറന്റിൽ പോയാലും നിങ്ങളുടെ ഡൈനിങ് ടേബിളിലും ഒരുപോലെ തന്നെ ഹല്ലേലൂയ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മാസ്ക് വേണ്ട, നമുക്ക് കപടം വേണ്ട. ഹല്ലേലൂയ സ്തോത്രം. ഭവനത്തിലായിരിക്കുന്നത് പോലെ തന്നെ ആലയത്തിലും നമ്മൾ ആയിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എൻ്റെ ആത്മീയ ജീവിതം, എൻ്റെ ഫാമിലി ലൈഫ്, എൻ്റെ കുടുംബ ജീവിതം ദൈവ ഇഷ്ടപ്രകാരം, ദൈവഹിത പ്രകാരം, ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിന്റെ വചന പ്രകാരം ഞങ്ങൾ ഇന്ന് വായിച്ചതുപോലെ എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ സ്തോത്രം ഹല്ലേലൂയ ഫലപ്രദമായ
മുന്തിരി വള്ളി പോലെയാകും. ഹല്ലേലൂയ. എന്റെ മക്കൾ എന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയാകും. ദൈവമക്കളെ, നമ്മളെ കുടുംബം നമ്മളെ ഭവനത്തിൽ തന്നെ ഫലം കഴിക്കുന്നവരായി തീരണം. വേറെ ഭവനത്തിലല്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. സഭയിൽ വരുമ്പോൾ മാത്രം ഉള്ള ഫലമല്ല നമുക്ക് വേണ്ടത്. വീട്ടിലും ഇവർ ദൈവ സ്വഭാവമുള്ളവരായി തീരുവാൻ, വചനപ്രകാരമുള്ള സ്വഭാവങ്ങളായി തീരുവാൻ ദൈവം ഇവരെ ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ലഭിച്ച തന്ന ഈ സംഗീതത്തിനായി സ്തോത്രം. ഈ ചുരുക്ക സമയം കൊണ്ട് ദൈവം തന്ന ദൂതുകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ദൈവം ഞങ്ങൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. ദൈവം ഞങ്ങൾക്ക് ആയുസ് തന്നിട്ടുണ്ട്. ഈ ആരോഗ്യം കൊണ്ട് നന്നായി അധ്വാനിക്കുവാൻ, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുവാൻ, ആ ഹാർഡ് വർക്കിന്റെ ഫലം ദൈവം ഞങ്ങൾക്ക് നൽകി തരുമല്ലോ. അതിനായി സ്തോത്രം. അതുപോലെ തന്നെ കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതം, ഞങ്ങളുടെ കുടുംബ ജീവിതം ഒരുപോലെ കൊണ്ടുപോകുവാനുള്ള വലിയ കൃപ ദൈവം ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവേ. ഞങ്ങളെ കർത്താവേ, അല്പസമയം കൂടെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുന്നു. ദൈവം ഞങ്ങളെ ശക്തീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിച്ചാണ് വന്നത്. പക്ഷേ സമയം ഒത്തിരി മുമ്പിൽ കടന്നുപോയി. ഞാൻ മാരാമൻ ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയിൽ ഞാൻ ഒരു വർഷം എൻ്റെ ആമേൻ സ്തോത്രം 12th പഠിക്കുന്ന ആ സമയത്തിൽ അവിടെ കൂടുവാനിടയായി. ആ സമയം പ്രിയ സുമാൻഡി ആ സമയത്തിൽ അവിടെ ആ സഭയിൽ ഉണ്ട്. ഞാൻ ആ നാളുകൾ ഞാൻ ഓർക്കുന്നു. ദൈവം ആമേൻ കൊണ്ടുവന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഞാൻ ഒരു വാക്യം പ്രിയ ആമേൻ സുമസിനും അത് മാത്രമല്ല ദൈവസഭയിലുള്ള ഓരോ ദൈവമക്കൾക്കും ഈ കൈമാറുവാൻ ഈ സമയത്തിൽ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ആമേൻ, ദൈവമക്കളെല്ലാം ഈ വാക്യം ശ്രദ്ധയോടെ കേൾക്കണം, വായിക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കണം. എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം ആരെങ്കിലും വായിച്ച് സഹായിക്കണം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. Praise the Lord. ഞാൻ അത് ഇംഗ്ലീഷിൽ വായിക്കുന്നു. For God is not unjust so as to forget your work and the love which you have shown toward his name. പ്രിയ സുമ സിസ്റ്റർ, ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, പ്രത്യേകിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അധ്വാനവും നിങ്ങളെ സ്നേഹവും രണ്ടും ഒന്നിച്ചു പോകണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന അധ്വാനവും ദൈവത്തിന് വേണ്ടിയുള്ള സ്നേഹവും അത് ഒന്നിച്ചു കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരി, അതിനുവേണ്ടി ദൈവം ഇടയാക്കിയതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് വായിക്കണം. Not unrighteous to forget your work and labor of love. രണ്ടും ഒന്നിച്ചു പോകണം ദൈവമക്കളെ. ദൈവനാമത്തിന് വേണ്ടി എന്ത് നിങ്ങൾ ചെയ്താലും ആ പ്രയത്നം സ്നേഹത്തോടെ വേണം നിങ്ങൾ ചെയ്യുവാൻ. ഹല്ലേലൂയ. സ്നേഹത്തോടെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് മടുത്തു പോകും. ഹല്ലേലൂയ. നമ്മൾ ക്ഷീണിച്ചു പോകും. ആ പ്രവർത്തനം അവിടെ നിന്നു പോകും. പക്ഷേ നമ്മൾ സ്നേഹത്തോടെ കർത്താവിനെന്നവണ്ണം ചെയ്താൽ അത് ദൈവസന്നിധിയിൽ നിലനിൽക്കുന്ന അനുഗ്രഹമായി തീരും. പ്രിയ സുമസിസ്റ്ററെ, ഞാൻ മുമ്പിലോട്ട് ഈ സമയത്തിൽ ഞാൻ വെൽക്കം ചെയ്യുന്നു. സ്റ്റേജിലേക്ക് കടന്നു വരണം. ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലിയുടെ ഒരു മൊമെന്റോ പ്രസന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വേഗത്തിൽ അതിനുശേഷം പ്രിയ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസഭയായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ മൊമെന്റോയുടെ വാക്കുകൾ വേഗത്തിൽ വായിക്കുന്നു. ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലി CFA, a memento presented to Suma Kuttapan in recognition of sincere fellowship and contribution to the growth of our church. Hallelujah. Best wishes from pastor and all members of Gala Church. Friday 23rd May 2025, Muscat, Oman. കരങ്ങളടിച്ച് നമുക്ക് ഈ മൊമെന്റോ പ്രിയ സഹോദരിക്ക് നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയ സിസ്റ്ററിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയായി ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. In the mighty name of Jesus. ഹല്ലേലൂയ. ദൈവമക്കളെ, 18 വർഷത്തിന്റെ അനുഭവം ഈ ഒരു സഭായത്തിന്റെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കുവാൻ സാധിക്കത്തില്ല. ദൈവം ചെയ്ത സകല നന്മകൾക്കായി അല്പസമയം പ്രിയ സഹോദരൻ കൂടെ ചേർന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമുക്ക് അനുഗ്രഹിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ സഭായത്തിന് നടുവിൽ പ്രിയ സുമ സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കഴിഞ്ഞ
കഴിഞ്ഞ 18 വർഷം ദൈവസഭയുടെ കൂടെ ആരാധിക്കുവാൻ, ഓരോ കൂടിവരവിലേക്ക് ഓടി വരുവാൻ, ആമേ ദൈവസഭയുടെ വിഷയങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുവാൻ, ഇടിവ് നിൽക്കുവാൻ ദൈവം കൊടുത്ത അവസരങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ രാജ്യത്തിൽ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി കടന്നു വന്നു. ഈ കഴിഞ്ഞ ദിവസം വരെ ജോലി ചെയ്യുവാനുള്ള ആവശ്യമായ ആരോഗ്യം, ബലം, ഹല്ലേലൂയ, ജ്ഞാനം, ബുദ്ധി ദൈവമെല്ലാം നൽകി കൊടുത്തു. അതിനായി സ്തോത്രം. സാമ്പത്തികമായ നന്മകൾ ദൈവം ഒരുക്കി കൊടുത്തു. അതിനായി സ്തോത്രം. അതിലെല്ലാം ഉപരി കർത്താവേ ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി നിൽക്കുവാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം. അത് ക്യാമ്പിലും ജോലി മേഖലയിലും ദൈവസഭയിലും യാത്രയിലെല്ലാം ദൈവം ഇടയാക്കിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് കർത്താവേ. അപ്പ അടുത്ത ദിവസങ്ങൾ ഹല്ലേലൂയ പ്രിയ സഹോദരന്റെ ജീവിതം ഹല്ലേലൂയ പുതിയ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ, നാട്ടിലേക്ക് കടന്നു പോയി സെറ്റിൽ ആകുമ്പോൾ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കുഞ്ഞുങ്ങളെ ഭാവിയെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. നന്മകളാ ദൈവം നിറയ്ക്കണമേ കർത്താവേ. നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരുന്ന വിധത്തിൽ ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ കുടുംബത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. ദൈവസഭയായി ദൈവം തന്ന അധികാരത്തിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ കർത്താവേ. ഞങ്ങളിപ്പം വായിച്ചതുപോലെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ ദൈവം അത് കണക്കിട്ടിട്ടുണ്ടല്ലോ, ദൈവത്തിന്റെ കണക്കിലുണ്ടല്ലോ. അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്തു കർത്താവേ. നീതിമാനായ ദൈവം ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്ഥലം പോരാതെ വണ്ണം സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് ഈ കുടുംബത്തെ, ഈ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ഏറ്റവുമായി ദൈവസനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയും ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രിയ സഹോദരി പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. കൊണ്ടുപോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ അല്പസമയം ദിവസം നമ്മൾ പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കർത്താവദാസൻ പാസ്റ്റർ സാം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ദൈവവചനത്തിന് ഷെയർ ചെയ്യും. അതിനുശേഷം നമുക്ക് ചൈൽഡ് ഡെഡിക്കേഷനിലേക്ക് നമുക്ക് അടുക്കാം. ദൈവദാസന്റെ മുമ്പിലോട്ട് ക്ഷണിക്കുന്നു. മൈക്കോട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ വിശുദ്ധ സഭായോഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസൻ കുടുംബം, വിശേഷാൽ ഇന്ന് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച വാത്സല്യ കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രത്യേകമായി വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ ആമേൻ സ്തോത്രം 40 ദിവസമായി ഈ പട്ടണത്തിൽ നിങ്ങളോട് ഒരുമിച്ച് പല ആത്മീയ കൂട്ടായ്മകൾക്കും പങ്കെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. സഭ, കർത്താവിൻ്റെ ദാസൻ കുടുംബം കാണിച്ച എല്ലാ ആത്മാർത്ഥമായ സഹകരണങ്ങൾക്കും പ്രത്യേകമായ നന്ദി ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനോട്, കുടുംബത്തോട്, വിശേഷാൽ വാത്സല്യ മാതാവിനോട്, ആമേൻ സഭയിലെ എല്ലാ എക്സിക്യൂട്ടീവിനോടും, ആമേൻ സ്തോത്രം എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ആമേൻ സ്തോത്രം ഈ രാജ്യത്തായിരുന്നപ്പോൾ, ആമേൻ ഈ ദേശത്ത് നിങ്ങളോടൊരുമിച്ചായിരുന്നപ്പോൾ പല ഭവനങ്ങളും ആതിഥ്യം കാണിച്ചു നൽകിയ ആത്മീയമായ ഭൗതികമായ എല്ലാ കൂട്ടായ്മകൾക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ തിങ്കളാഴ്ച രാത്രിയിൽ ആമേൻ മടങ്ങി നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ ഓർക്കുക. ഈ പഠനത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ പല സഭകളിൽ കടന്നു പോകുവാൻ കർത്താവ് ഇടയാക്കി. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും ആരാധനയ്ക്ക് പ്രാധാന്യം നൽകുകയും ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുവാൻ ദൈവം ഈ സഭയ്ക്ക് നൽകിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അത് മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവ് വരെ നിലനിൽക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഈ പട്ടണത്തിൽ വിശേഷാൽ ആമേൻ അടിയങ്ങളുടെ സഹോദരങ്ങൾക്ക് ദൈവം നൽകിയ രണ്ടാമത്തെ പ്രിയ പൈതൻ്റെ ആമേൻ സ്തോത്രം ശിശുപ്രതിഷ്ഠയിലും സംബന്ധിക്കുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് സ്തോത്രം. അതോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ പ്രിയ സഹോദരി ബെറ്റിയും കുടുംബവും ഇന്ന് രാത്രിയിൽ ഈ ആരാധനയെ സംബന്ധിക്കുന്നല്ലോ. മുഖവരകൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. വേഗത്തിൽ ഒരു വാക്യം വായിച്ച് കർത്താവിൻ ദാസൻ എനിക്ക് നൽകിയ സമയത്തിനുള്ളിലിരിക്കാം. ആമേൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും വായിച്ച് ആമേൻ ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം ഞാൻ വേഗത്തിലിരിക്കാം. വെളിപ്പാട് പുസ്തകം Revelation chapter 1 verse 9 and 17. നിങ്ങളുടെ സഹോദരനും യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. 17-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ
എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ എന്ന അരുമ ശിഷ്യൻ പത്മോസിന്റെ ദ്വീപിൽ യേശുവിന്റെ വചനം നിമിത്തം നാടുകടത്തപ്പെട്ടവനായി പത്മോസിന്റെ ദ്വീപിൽ ഏകാന്തതയിലായിരിക്കുമ്പോൾ ആമേൻ യാതൊരു പ്രതീക്ഷകളും ഇല്ലാതെ പത്മോസിന്റെ ദ്വീപിൽ ആമേൻ ഹല്ലേലൂയ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ ഉയർന്നും താണും പറക്കുന്ന കഴുകന്മാർ ആമേൻ യോഹന്നാന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, യോഹന്നാനെ ആ കാണുന്ന അസ്ഥികഷ്ണങ്ങൾ കണ്ടോ? നിനക്ക് മുമ്പ് നാട് കടത്തപ്പെട്ടവരുടെ അസ്ഥികഷ്ണങ്ങളാണ്. ചില ദിവസം കൊണ്ട് കഴിയുമ്പോൾ നിന്റെ പ്രാണൻ ഇവിടെ കൊഴിഞ്ഞു പോകും. ആമേൻ. ഈ കഴുകന്മാർ ആമേൻ ശാന്ത സ്വരത്തിൽ പറഞ്ഞു, നിന്റെ മാംസം ഞങ്ങൾ കൊത്തിപ്പറിക്കും. ആമേൻ. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിന്റെ അസ്ഥികളുടെ ബന്ധം വിടും. ആമേൻ. ഈ അസ്ഥിക്കൂട്ടങ്ങളുടെ നടുവിൽ നിന്റെ അസ്ഥികളും ശേഷിക്കും എന്ന് പറഞ്ഞ് യോഹന്നാൻ നിരാശയോടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം മരണത്തിനെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്മവിവശനായി യോഹന്നാൻ കാണുന്ന കാഴ്ച, തേജസ്കരിക്കപ്പെട്ട കർത്താവ് യോഹന്നാന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് യോഹന്നാന്റെ തോളിൽ തട്ടിട്ട് പറയുക, യോഹന്നാനെ നീ ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിൽ ഉണ്ട്. നീ എന്തിനെ ഓർത്ത് ഭാരപ്പെട്ടാണോ ഈ പട്ടണത്തിലായിരിക്കുന്നത്, നീ എന്തിനെ ഓർത്ത് വ്യാകുലപ്പെട്ടാണ് ഈ ദേശത്തായിരിക്കുന്നത്, അതിന്റെ താക്കോലുള്ളവൻ ഇന്ന് ഈ വിശുദ്ധ സഭായോഗത്തിന്റെ നടുവിൽ അവൻ ഇന്ന് പകൽക്കാലം ശക്തിയോട് അവൻ ഇന്ന് രാത്രികാലം എഴുന്നള്ളിട്ട് പറയുക, ഭയപ്പെടേണ്ട, അവൻ ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? യോഹന്നാൻ ഭയപ്പെട്ടു നിൽക്കുക. ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെടാം. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെട്ട വിഷയത്തിന്റെ നടുവിൽ തമ്പുരാൻ തേജസ്കരിക്കപ്പെട്ട കർത്താവ് യോഹന്നാന്റെ തോളിൽ തട്ടിട്ട് പറയുക, നീ ഭയപ്പെടേണ്ട, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇന്ന് പകലിൽ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ചുറ്റുപാട് എന്തും പറയട്ടെ, ആമേൻ, ചുറ്റുപാട് കേൾക്കുന്ന ശബ്ദം എന്തുമായിരിക്കട്ടെ, പക്ഷെ ഇന്ന് രാത്രി നിന്റെ തോളിൽ തട്ടുന്നവന്റെ ശബ്ദം, ആമേൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ, അടഞ്ഞതിനെ തുറക്കാൻ കഴിവുള്ള ഈ വിശുദ്ധ സഭായോഗത്തിന്റെ നടുവിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഭയപ്പെടുന്ന ചില വിഷയത്തിന്റെ നടുവിൽ, ഭാരപ്പെടുന്ന ചില വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുമെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വാക്യം കൂടെ വായിച്ച് നിർത്തിയേക്കാം. 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യം കൂടെ വേഗത്തിൽ വായിച്ചേ. 7-8 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി. അടുത്ത് പറയാ, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനുമായ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും. ഈ താക്കോലിന്റെ പ്രത്യേകത, ഇന്ന് ഇവിടെ നിന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ആരും ചെന്ന് തുറക്കാൻ പറ്റാത്ത ചില മേഖലകളിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ആ താക്കോലിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് ഈ വചനത്തെ തൊട്ട് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തോടെ ആമേൻ പറയാൻ. ആരും തുറക്കാതെ വേണം. വായിച്ചേ സിസ്റ്റർ, വേഗത വായിച്ചാട്ടെ. ആരും അടയ്ക്കാതെ വേണം തുറക്കുകയും ആരും തുറക്കാതെ വേണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇന്ന് രാത്രി ആമേൻ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ അടുത്തിരിക്കുന്ന പ്രവൃത്തി അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ലെങ്കിലും ഇന്ന് രാത്രി ഇതിന്റെ പ്രവൃത്തി അറിയുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ പ്രവൃത്തി അറിയുന്നവൻ, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ നടക്കുന്നതും നീ ആയിരിക്കുന്നതും ഉള്ള അവസ്ഥയിൽ അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. പാസ്റ്ററെ മറക്കാം, കൂട്ടുവിശ്വാസിയെ മറക്കാം, വീട്ടുകാരെ മറക്കാം, ഭാര്യയെ മറക്കാം, ഭർത്താവിനെ മറക്കാം, പക്ഷെ ഇന്ന് രാത്രി മറയില്ലാതെ കാണുന്ന ഒരുവൻ ഈ ആരാധനയുടെ നടുവിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തോടെ പറ, എന്റെ പ്രവൃത്തി അറിയുന്ന ഒരുവൻ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അടുത്ത വാക്യം, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു
വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അത് ആർക്കും അടച്ചുകൂടാൻ പറ്റാത്തൊരു വാതിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് വേണ്ടി, വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി, പ്രവർത്തികൾ അറിയുന്ന ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രി തമ്പുരാൻ അടക്കിയ, ശത്രു അടച്ച പലതും കണ്ടുകൊണ്ട് നിരാശപ്പെടേണ്ട. ഇന്ന് രാത്രി പുതിയത് തുറക്കാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. രണ്ട് വാക്കുകൾ ഇവിടെ നിർത്തുക. അടുത്ത വാക്യത്തിന് ഇങ്ങനെ പറയുന്നു, അതാർക്കും ഇന്നലകൾ തുറന്ന പലരും അടച്ചു. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് തുറക്കുന്ന ചിലത്, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ചിലത് ഇന്ന് രാത്രി കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുക. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിന് വേണ്ടി ദൈവം തുറക്കുക, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ചിലത്, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, ദൈവം എന്റെ സഭയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നലെ തുറന്ന പലതും ആമൻ ശത്രു കൊട്ടി അടച്ചില്ലേ, എന്നാൽ ഇന്ന് രാത്രി ദൈവം ആമൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒന്ന് ഇന്ന് രാത്രി തുറക്കുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ ക്വാളിറ്റി കൊണ്ടല്ല, നിന്റെ ഡിഗ്രിയുടെ കൂടുതൽ കൊണ്ടല്ല, നിനക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ ആമൻ വലിപ്പം കൊണ്ടല്ല. അതിന്റെ അടുത്ത വാക്യം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക. ആർക്ക് വേണ്ടിയാ ദൈവം പ്രവർത്തിക്കുന്നത്? കൈയടിക്കുന്ന എല്ലാവർക്കും വേണ്ടിയല്ല, അന്യഭാഷ പറയുന്ന എല്ലാവർക്കും വേണ്ടിയല്ല, വചനം കാക്കുന്നവന് വേണ്ടി, വചനം നിഷേധിക്കാത്തവന് വേണ്ടി പ്രവർത്തി അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രി അവന്റെ കാര്യം ഇതിനകത്ത് ചലിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറ, ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ സ്വർഗം എനിക്ക് വേണ്ടി തുറക്കുന്നു. ഈ രാത്രി വിശ്വസിക്കുന്നവർ കാര്യം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അങ്ങനെയെങ്കിൽ ഇത് രാത്രി കാലം കർത്താവ് ചില വഴികളെ തുറക്കട്ടെ, കർത്താവ് ചില വാതിലുകളെ തുറക്കട്ടെ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചേ. ഇന്ന് രാത്രി ചില വഴികൾ അടഞ്ഞത് ഓർത്ത് ഇന്ന് രാത്രി ഭാരപ്പെടണ്ട. യോഹന്നാനെ, ഉയർന്നും താണും പറക്കുന്ന കഴുകന്മാർ നിന്റെ കാതിൽ പറയുന്ന സ്വരം ചില നിമിഷം കൂടെ കഴിയുമ്പോൾ നീ ഫുൾ സ്റ്റോപ്പ് ആകുമെന്ന. പക്ഷെ ഇന്ന് രാത്രി മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ളവൻ നിന്റെ തോളിൽ തട്ടിട്ട് പറയും, നീ ഭയപ്പെടേണ്ട, അതിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് വിശ്വസിക്കാം. പരിശുദ്ധ ദൈവമേ, ഈ സഭയെയും ദൈവജനത്തെയും അഭിഷക്തനെ, കുടുംബത്തെ, വാത്സല്യ മാതാവിനെ, ഇവിടെയുള്ള ദൈവമക്കളെ ഒന്നിച്ചടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തിൽ ഈ സഭ ആമൻ, ഈ പട്ടണത്തിൽ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട സഭയായി ആമൻ വർദ്ധിച്ചു പെരുകുവാൻ, ആത്മീയ മൂല്യമുള്ള ആത്മീയ ആമൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയമായ കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടുന്ന ഒരു സഭയായി ഈ പട്ടണത്തിൽ ഇത് പെരുകട്ടെ. ദൂതന്റെ സകല സർവശക്തികളും ആമൻ, അതിന്റെ സകല വേരുകളെയും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് മുറിച്ചു മാറ്റണം. വളർച്ചയെ മുരടിപ്പിക്കുന്ന, വളർച്ചകളെ ഇല്ലാതാക്കുന്ന സകലവിധ പോരുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമഹത്വം വെളിപ്പെടാൻ അങ്ങയുടെ നാമത്തിൽ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ദൈവങ്ങൾ ഞാൻ നിങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഞാൻ ഇനിയും നമ്മുടെ ചൈൽഡ് എഡ്യൂക്കേഷൻ ആമേൻ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെല്ലാം പ്രാർത്ഥനയോടായിരിക്കണം. ആദ്യം നമ്മുടെ പ്രിയ സാജൻ ബ്രദറുടെ കസിൻ ആമേൻ ഫാമിലി, നിങ്ങൾ ഒരു വാക്കിൽ സാക്ഷ്യം പറയും. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്കിൽ പ്രിയ പൈതൽ ഡെഡിക്കേഷൻ ആണല്ലോ. ആമേൻ. സ്തോത്രം. പ്രിയ ആമേൻ ജോബിൻ ബ്രദർ ആൻഡ് ബെറ്റി സിസ്റ്റർ ഒരു വാക്കിൽ പറയുന്നു. ബെറ്റി സിസ്റ്റർ, യെസ്, കം ഓൺ, മൈക്ക് കൊടുക്കാം. അതിനുശേഷം മെരിൻ സിസ്റ്റർ ആമേൻ പറയണം. അതിനുശേഷം സാജൻ ബ്രദർ ആമേൻ, അല്ലെങ്കിൽ കുടുംബമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്ന് സാക്ഷ്യങ്ങൾ പറയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ആരാധന ദിവസം ദേവദാസനോടും കുടുംബത്തോടും
അടിയങ്ങളുടെ സഹോദരങ്ങളോടും കുടുംബത്തോടും ഒക്കെ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയൊരു അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക എഡൻമോൻ്റെ ചൈൽഡ് എഡ്യൂക്കേഷൻ ബന്ധത്തിൽ ഞങ്ങൾക്ക് കടന്നു വരുവാനും ഈ സഭയിലായിരിക്കാനും ദൈവം തന്ന വലിയൊരു അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായ ദൈവം ഞങ്ങളെ ഈ ദേശത്ത് പരിപാലിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കുമായി നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയരേറിയ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ദൈവസ്ഥലിരിക്കുന്നു. സിസ്റ്റർ മുമ്പിൽ വരുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠ ദേവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും വേഗത്തിൽ വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധത്തിനെ അറിയിച്ചുകൊള്ളുന്നു. ഈ രാത്രികാലം അടിയങ്ങൾക്ക് ദൈവം ദാനമായി തന്ന രണ്ടാമത്തെ പൈതലിൻ്റെ ഡെഡിക്കേഷൻ നടത്തുവാൻ അടിയങ്ങൾ ആഗ്രഹിച്ചു. അത് കർത്താസിൻ്റെ കരങ്ങളാൽ അത് നടത്തപ്പെടുവാൻ ദൈവം ഇടയാക്കുന്നു. ദൈവമക്കൾ എല്ലാവരും പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവൻ്റെ വളർച്ചയിലും തുടർന്നുള്ള അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന് ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവം തീർന്നുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ രത്വത്താൽ വീണ്ടെടുക്ക് പ്രാപിച്ച ദൈവജനത്തോടും കർത്തദാസനോടും കുടുംബത്തോടും നമ്മുടെ നടുവിലായിരിക്കുന്ന കർത്തദാസന്മാരോടും ചേർന്ന്, പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സഹോദരനോടും ചേർന്ന് ചില 40 ദിവസത്തിനു ശേഷം ഞങ്ങൾക്ക് 40 ദിവസത്തോളം ചേർന്ന് ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ചൈൽഡ് എഡ്യൂക്കേഷനനുബന്ധിച്ച് ഞങ്ങളുടെ സഹോദരി കുടുംബം ഇന്ന് രാത്രികാലം ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൂടെ അല്പനേരൂടെ കഴിയുമ്പോൾ അവരുടെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരും. അങ്ങനെ ഈ മീറ്റിംഗ് കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന ഇളയ പൈതലിൻ്റെ ഡെഡിക്കേഷൻ നടത്തുവാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ചില നാളുകൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു വർഷം ഡെഡിക്കേഷന് വേണ്ടി ഡേറ്റ് ക്രമീകരിക്കപ്പെട്ടു. അന്ന് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു. അതിനുശേഷം വീണ്ടും അത് പോസ്റ്റ്പോണ്ടായി മാറ്റി. അതിനുശേഷം സാഹചര്യങ്ങളുടെ മെറിൻ്റെ വിസയുടെ പ്രശ്നത്തിന് കാരണത്തായിട്ടാണ് അങ്ങനെ അത് മാറ്റിവെച്ചത്. പിന്നീട് എന്നും നടത്തണമെന്നുള്ള ഒരു കാരണത്താൽ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ബ്രദർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഏറ്റവും നല്ലൊരു സമയമാണല്ലോ എൻ്റെ സഹോദരനോട് അതിൽ സംബന്ധിക്കുന്നല്ലോ. ഞങ്ങളുടെ ഇരുഭവനത്തിലെയും മാതാപിതാക്കളും ആരും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നില്ല. എന്നാൽ എൻ്റെ സഹോദരനോടുള്ള ഈ അവസരത്തിൽ ഈ മീറ്റിംഗ് നടത്തുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവല്ലോ എന്നോർത്ത് ഞാൻ വളരെ പെട്ടെന്ന് പാസ്റ്ററോട് പറയുകയും ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ക്രമീകരണം ഒരുക്കി തന്ന ദൈവസഭയോടുള്ള പ്രത്യേകമായ നന്ദിയെ ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. പ്രിയ കർത്തദാസനോട് കുടുംബത്തോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രിയ പൈതലിനെ ദൈവിക ശിക്ഷണത്തിൽ വളർത്തുവാൻ, ദൈവിക അച്ചടക്കത്തിലും ദൈവിക കരുതലിലും വളർത്തുവാനുള്ള ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ദൈവം തരേണ്ടതിന് പ്രത്യേകമായ പ്രാർത്ഥന ദൈവസഭയോട് ഞാൻ ചോദിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അതിനാവശ്യമാകുന്ന ദൈവത്തിൻ്റെ കൃപ ദൈവം തരേണ്ടതിന് പ്രത്യേകമായ പ്രാർത്ഥനയെ ഞാൻ ഒരു പ്രാവശ്യമോടെ ചോദിച്ചു കൊള്ളുന്നു. ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരുള്ള പ്രത്യേകമായ നന്ദിയെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചൈൽഡ് ഡെഡിക്കേഷൻ നടത്തുവാൻ ഞങ്ങൾ പ്രത്യേകം ഞാൻ ഒത്തിരി നാളുകളായി പ്രാർത്ഥിക്കുന്നതാണ്. പാസ്റ്ററെ കൊണ്ട് മാത്രമേ ഞാനിത് നടത്തിക്കത്തുള്ളെന്ന് ഞാൻ എന്നാലും പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ വേറെ ആര് വന്നാലും ഞാനിത് നടത്തിക്കത്തില്ല, ഇത് പാസ്റ്ററെ കൊണ്ട് മാത്രമേ നടത്തി. കാരണം മെറിൻ്റെ ആ ഒരു സമയത്ത് ക്രിട്ടിക്കൽ ടൈം ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭവനത്തിൽ വന്നിരുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു കർത്തദാസനാണ് പാസ്റ്റർ ബിനോയ് തോമസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇനിയിപ്പോൾ ഇവിടെ KC ജോൺ പാസ്റ്റർ വന്നാലും ഞാൻ നടത്തിക്കത്തില്ല, അത് ബിനോയ് പാസ്റ്ററെ കൊണ്ട് മാത്രമേ ഞാൻ നടത്തിക്കത്തുള്ളൂ. ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു കർത്തദാസനുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ ഞാൻ നടത്തി. അതുകൊണ്ടാണ് ഞാൻ വളരെ തികഞ്ഞ സന്തോഷത്തോടെയാണ് ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്നത്. കർത്തദാസൻ നടത്തുന്നതിൽ ഞാൻ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് പ്രിയ കർത്തദാസനോട് കുടുംബത്തോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിന് പിന്നിൽ അധ്വാനിച്ച പലരുണ്ട്. ഞാൻ ആരുടെയും പേരുകളൊന്നും പറയുന്നില്ല. അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നുകൊള്ളും. പ്രൈസ് ലോർഡ്. ഈ കുടുംബത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പ്രിയ മെറിൻ സിസ്റ്ററുടെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ദൈവമക്കൾ കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ നാളുകൾ പ്രത്യേകിച്ച് പ്രിയ ഏഡൻ മോൻ കൺസീവ് ആയത് സമയം തുടങ്ങി ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ആമേൻ സ്തോത്രം, പ്രോപ്പറായിട്ട് നിൽക്കുവാൻ പോലും സാധിക്കാത്ത അനുഭവങ്ങൾ, ജോലി ചെയ്യുവാൻ സാധിക്കാത്ത സിറ്റുവേഷൻസ് ആയിരുന്നു. പക്ഷേ ദൈവം ഇത്രത്തോളം പ്രിയ സഹോദരി ദൈവം ബലപ്പെടുത്തി പൈതലെയും ദൈവം സൂക്ഷിച്ചു. ആമേൻ ദൈവത്തിൻ്റെ കാവൽ ആ പൈതൽ അനുഭവിക്കുന്നു. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ പ്രിയ സഹോദരി എടുക്കുന്ന മെഡിസിൻ ആ ഒരു നിങ്ങൾ നോക്കിയാൽ ആ പൈതലും കൂടി അഫക്റ്റ് ചെയ്യേണ്ട ഒരു മെഡിസിനാണ്. പക്ഷേ ദൈവത്തിൻ്റെ സഹായം ആ പൈതൽമേൽ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കണ്ണ് പൈതൽമേൽ ഉണ്ടായിരുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ആമേൻ ഡെഡിക്കേഷൻ്റെ വിഷയങ്ങൾ പറയും. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ഒരു പാട്ട് പാടും. ആ സമയം കുടുംബം
ആമേൻ മുമ്പിലോട്ട് വന്ന് നമ്മൾ പ്രിയ പൈതലെ ഡെഡിക്കേറ്റ് ചെയ്യുവാൻ, ദൈവസഭയായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവസഭ കേൾപ്പിച്ചു കൊടുക്കാം. വേഗത്തിൽ ഒരു മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, സ്തോത്രം. ദൈവമക്കളെ, നമ്മളെ ഈ ലോകത്തിൽ നോക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും സേഫായിട്ടുള്ള 3 സ്ഥലങ്ങളുണ്ട്. പ്രൈസ് ലോർഡ്. കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങോട്ട് നോക്കണം. ആമേൻ, പ്രൈസ് ലോർഡ്. ആരും ഡിസ്റ്റർബ്ഡ് ആകല്ലേ. ആമേൻ, there are 3 safest place on this earth. ഈ ലോകത്തിൽ 3 സ്ഥലങ്ങളുണ്ട്, ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങൾ. നിങ്ങൾക്കറിയാം, പല കാര്യങ്ങൾ ആഡ് ചെയ്യാൻ സാധിക്കും, പക്ഷേ എനിക്ക് മനസ്സിലായ 3 കാര്യങ്ങൾ. ആമേൻ, സ്തോത്രം. ആദ്യം അമ്മയുടെ ഗർഭപാത്രം. പ്രൈസ് ലോർഡ്. The first is a mother's womb. Hallelujah. രണ്ടാമത്തെ സേഫസ്റ്റ് സ്ഥലം ഭവനമാ, കുടുംബമാ. പ്രൈസ് ലോർഡ്. മൂന്നാമത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ദൈവസഭയാ. ഹല്ലേലൂയ. പക്ഷേ ദൈവമക്കളെ, നമ്മൾ വന്നിരിക്കുന്ന ഈ കാലത്തിൽ ഈ 3 സ്ഥലവും പിശാചും ജഡത്തിന്റെ ശക്തികൾ ഏറ്റവും കൂടുതൽ പോരാടുന്നത് ഈ 3 സ്ഥലങ്ങളെതിരായിട്ടാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, അമ്മയുടെ ഉദരം ഏറ്റവും സേഫുള്ള സ്ഥലമാ. പക്ഷേ അബോർഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ, പ്രൈസ് ലോർഡ്, ആമേൻ, സ്തോത്രം, ആ ഒരു സേഫ് സോണിനെ കവർന്ന് എടുത്തിരിക്കുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ ഉദരത്തിലെ ഒരു ദിവസമാകുന്ന ആ ഒരു ഫീറ്റസ് ആകട്ടെ, ഒരാഴ്ചയാകുന്ന ഫീറ്റസ് ആകട്ടെ, ദൈവമക്കളെ, ദൈവം അനുവദിച്ച് ദൈവമാക്കി വെച്ചത് അവിടെ. പ്രൈസ് ലോർഡ്. അത് ഏറ്റവും സേഫ് സോണിലാ. പക്ഷേ ഹല്ലേലൂയ, എന്ത് സംഭവിക്കുന്നു? ഹല്ലേലൂയ, മനുഷ്യര്, പിശാച്, ശത്രു അതിനെ, ഹല്ലേലൂയ, ആ സേഫ് സോനെ പൊളിച്ച് അതിനെ പുറത്ത് കളയുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ വിഷയം കുടുംബം, ഭവനം ഏറ്റവും സേഫ് സോൺ ആയിരിക്കേണ്ടതാ. പക്ഷേ ആ സേഫ് സോണിനെ പിശാച്, ആമേൻ, ജഡത്തിന്റെ ശക്തികൾ, ഡൈവേഴ്സ് പറയുന്ന, ആമേൻ, ഹല്ലേലൂയ, ആ വലിയ, ആമേൻ, പാപത്തിന്റെ അനുഭവം, അത് പാപം തന്നെ ദൈവമക്കളെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. യേശു എടുത്തു പറഞ്ഞ ഒരു വിഷയമാ ഡൈവേഴ്സ്. ആമേൻ, ഹല്ലേലൂയ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യര് ഒരു വിധത്തിലും, ഹല്ലേലൂയ, ഇടർച്ച കൊണ്ടുവരല്ലേ. മനുഷ്യർ അതിന് മുമ്പിൽ, അതിനിടയ്ക്ക് വരുവാൻ പാടില്ല. ആ ഒരു സേഫ് സോണും എന്ത് സംഭവിച്ചു? കേട് സംഭവിച്ചു. അവിടെയും ഹല്ലേലൂയ പിശാച് കയറി, അവിടെയും ആമേൻ ശത്രു കയറി. മൂന്നാമത്തത് ദൈവസഭ. ഹല്ലേലൂയ. ദൈവസഭയാ ഈ ലോകത്തിലെ ഏറ്റവും സേഫ് സോൺ. എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ മുമ്പിലായിരിക്കുന്ന CFAയുടെ ദൈവമക്കളെ, എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ദൈവസഭയാ ഈ മസ്കറ്റിലെ ഏറ്റവും സേഫ് സോൺ. ഹല്ലേലൂയ. ഏത് വിഷയം വന്നാലും, ഏത് കൊടുങ്കാറ്റ് വന്നാലും നിങ്ങൾക്ക് അഭയം പ്രാപിക്കുവാൻ ഉള്ള സ്ഥലമാ ദൈവസഭ. ഹല്ലേലൂയ. പക്ഷേ എന്ത് സംഭവിച്ചിരിക്കുന്ന അറിയാമോ? ശത്രു, പിശാച്, ഹല്ലേലൂയ, ജഡത്തിന്റെ ശക്തികൾ ദൈവസഭയെയും സേഫ് സോണിൽ നിന്ന് മാറ്റുക. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും കാര്യം ദൈവസഭകൾ ഈ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം, എല്ലാവരും ഒരു വിധത്തിലല്ല എടുക്കുന്നത്. പ്രൈസ് ലോർഡ്. ഞാൻ ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, പലരും പല വിധത്തിലാണ് എടുക്കുന്നത്. ഒരു പ്രാർത്ഥന വിഷയം പറയുന്നത് ഇത് സേഫ് സോൺ ആയതുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇത് സേഫ് സോൺ ആയതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം ഉള്ളതുകൊണ്ട് ഇവരത് പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു വീഴ്ച വരുമ്പോൾ വിധിക്കുവാൻ ആരും ഏൽപ്പിച്ചു കൊടുക്കല്ലേ. ഹല്ലേലൂയ. ഉയർച്ച കാണുമ്പോൾ ആർക്കും അസൂയ വേണ്ട. ഇത് ഏറ്റവും സേഫ് സോൺ ആയത്. ദൈവമക്കളെ, നമുക്ക് ഈ 3 ഹല്ലേലൂയ സേഫ് സോൺ നമുക്ക് നിലനിർത്താം. ഹല്ലേലൂയ. നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സുരക്ഷിതമായ സ്ഥലങ്ങൾ ദൈവത്തിന് നിയോഗപ്രകാരമാണ്. ഈ 3 സ്ഥലങ്ങളും മാനുഷികമായതല്ല, ദൈവമായത് രൂപം കൊടുത്തത്, ദൈവം ആരംഭിച്ചത്. ഈ 3 സ്ഥലങ്ങളും ദൈവം അതിന്റെ മധ്യമുണ്ട്. ദൈവം അത് നിലനിർത്തട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സമയം വേഗത്തിലാണ് കടന്നു പോകുന്നത്. നമുക്ക് ഫുഡിന്റെ അറേഞ്ച്
അനൗൺസ്മെന്റ് ഉള്ളതുകൊണ്ട് ഒരു 5 minutes മുമ്പിലോട്ട് കടന്നു പോയാലും നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ഹല്ലേലൂയ. നിങ്ങളും എൻ്റെ കൂടെ അതിൽ സന്തോഷിക്കും ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയ കുടുംബം ഈ ചെയ്യുന്ന ആമേൻ സ്തോത്രം എടുത്ത ഈ തീരുമാനവും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവമക്കളെ ദൈവസഭയ്ക്ക് ഒരു മാതൃകയാ. പ്രൈസ് ലോർഡ്. ഇറ്റ്സ് an example for all of us. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തു ആമേൻ ജനിച്ചു കഴിഞ്ഞ 40 ദിവസം കഴിഞ്ഞിട്ട് മാതാവും പിതാവും ആമേൻ ഹല്ലേലൂയ യേശുവിനെ ആലയത്തിൽ കൊണ്ടുവന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ 40 ദിവസം കഴിഞ്ഞിട്ട് ആമേൻ സ്തോത്രം യേശുവിനെ ആലയത്തിൽ കൊണ്ടുവന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ യേശുവിൻ്റെ ഹല്ലേലൂയ ആ പ്രസംഗവും യേശുവിൻ്റെ ആ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ കുഞ്ഞുങ്ങളായിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ള ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ചില വാക്യങ്ങൾ വേഗത്തിൽ നമുക്ക് വായിക്കാം. മത്തായി 18-ാം അധ്യായം അതിന് 5-ാം വാക്യം വായിച്ചേ. ഹല്ലേലൂയ. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരും. ആമേൻ. നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നോട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഭവനത്തിൽ പോയി നിങ്ങളെ കുഞ്ഞുങ്ങളെ ഈ വാക്യങ്ങൾ ആമേൻ സ്തോത്രം പ്രാർത്ഥന മുറിയില ഈ വാക്യങ്ങൾ പറഞ്ഞ് ഇവരെ അനുഗ്രഹിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. മത്തായി 18-ാം അധ്യായം 5-ാം വാക്യം. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ദൈവമക്കളെ നമ്മളെ മുമ്പിലായിരിക്കുന്ന ഏത് കുഞ്ഞാകട്ടെ ഏത് ശിശു ആകട്ടെ നമ്മൾ ആ ശിശുവെ കൈക്കൊള്ളുമ്പോൾ നമ്മൾ യേശുവിനെ കൈക്കൊള്ളുന്ന അതേ അനുഭവത്തിൽ ആയിരിക്കുന്നത് എത്ര പേര് മനസ്സിലാക്കുന്നു? Anyone who welcomes a little child like this on my behalf is welcoming me. അതുകൊണ്ട് ദൈവമക്കളെ ആമേൻ കുഞ്ഞുങ്ങൾക്ക് ദൈവസഭയില് ദൈവരാജ്യത്തില് വലിയ സ്ഥാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ 33-ാം അധ്യായം 5-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം വായിച്ചേ. ദൈവം അടിയെന്ന് ദൈവമടിയന് നൽകിയിരിക്കുന്ന മക്കളെന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ കുഞ്ഞുങ്ങൾ ദൈവം നൽകുന്നതാ. കുഞ്ഞുങ്ങൾ നമ്മളെ പ്ലാൻ പ്രകാരമല്ല. ആമേൻ സ്തോത്രം. നമ്മളെ കുടുംബത്തിൽ ജനിക്കണമെന്ന് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ആമേൻ ഒരു വിധത്തിലും സാധിക്കത്തില്ല. ആമേൻ ഈ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നു ദൈവം അടിയെന്ന് നൽകിയിരിക്കുന്ന മക്കൾ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ പേരൻസ് നിങ്ങളെ കുഞ്ഞുങ്ങളെ നോക്കി പറയണം ഇത് ദൈവം നൽകിയിരിക്കുന്നു. സാജൻ ബ്രദർ, മെറിൻ സിസ്റ്റർ, നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ദൈവമാണ് നൽകിയിരിക്കുന്നത്. ആമേൻ ശരീരത്തിൽ ക്ഷീണങ്ങൾ വന്നു, രോഗങ്ങൾ വന്നു, പക്ഷെ ദൈവം തന്ന ദാനമായതുകൊണ്ട് ദൈവം അത് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ആരോഗ്യത്തോടെ കഴിഞ്ഞ വർഷങ്ങൾ ദൈവം നടത്തി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ children are given by God's grace. ഹല്ലേലൂയ. അത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? God has graciously given thy servant. ഹല്ലേലൂയ. ദൈവമക്കളെ ദൈവം നമുക്ക് കുഞ്ഞുങ്ങൾ തരുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങൾ വർഷങ്ങളായി ആമേൻ നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു തലമുറയെ കാണുവാൻ. ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു തലമുറ തന്നിരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ കൃപയാ. The children which God had graciously given thy servant. പ്രിയ സാജൻ ബ്രദറെ, പ്രിയ മെറിൻ സിസ്റ്ററെ, ദൈവം തന്നിരിക്കുന്ന ഈ ഐഡൻ മോന് ദൈവത്തിന്റെ കൃപയാൽ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. 127-ാം സങ്കീർത്തനം 3-ാം വാക്യം ഹല്ലേലൂയ വായിച്ചേ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും തരുന്ന പ്രതിഫലവും തന്നെ. ദൈവം തരുന്ന അവകാശവും ദൈവം തരുന്ന പ്രതിഫലമാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കി ഹല്ലേലൂയ നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കും നിങ്ങൾ പറയുവാൻ പാടില്ല. അല്ല ആമേൻ. നിങ്ങളെ കുഞ്ഞുങ്ങളല്ല ഒരു കുഞ്ഞിനെ നോക്കി ഒരു നെഗറ്റീവ് കാര്യം നിങ്ങൾ പറയില്ലേ? എന്താ കാരണം? മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാകുന്നു. കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ. This verse is for you that you are. ഞാൻ ഇംഗ്ലീഷിൽ NLT വേർഷനിൽ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Children are a gift from God. They are reward from him. You are a gift to your parents. You are a reward to your parents. Hallelujah. Parents എത്ര പേര് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്? എത്ര പേര് ഇത് മനസ്സിലാക്കുന്നുണ്ട്? ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റാ ഇവിടെ ഇരിക്കുന്നത്. ദൈവം തന്ന റിവാർഡാ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്.
Praise God. 1 ശമൂവേൽ 1-ാം അധ്യായം 27 27 28 വാക്യം. ഈ വായിച്ചേ ഇംഗ്ലീഷ് മലയാളത്തിൽ വായിച്ചു. ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അവിടെ വ്യക്തമായി കൊടുത്തിരിക്കുന്നു, ദൈവം നൽകിയതാ. God is given you these children. ദൈവമാ ഐഡൻ മോനെ നിങ്ങൾക്ക് സാജൻ ബ്രദറും മേരൻ സിസ്റ്ററും നൽകിയിരിക്കുന്നത്. Children are given by God. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഈ കുഞ്ഞിനെ ദൈവത്തിന് തിരിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഡെഡിക്കേഷൻ സർവീസ് വെച്ചിരിക്കുന്നത്. ദൈവം തന്ന നന്മ, ദൈവം തന്ന പ്രതിഫലം ദൈവത്തിന് നമ്മൾ തിരിച്ചു കൊടുക്കുക. Yes, hallelujah. എന്താ നമ്മൾ തിരിച്ചു കൊടുക്കുവാനുള്ള കാരണം? Hallelujah. ദൈവത്തോട് പറയുക, ദൈവമേ, ഞാൻ എത്ര ശ്രമിച്ചാലും ഈ കുഞ്ഞിനെ എനിക്ക് വളർത്തുവാൻ സാധിക്കത്തില്ല. ദൈവം തന്ന ഈ നന്മയില്ലേ, ദൈവം തന്ന ഈ പ്രതിഫലമില്ലേ, ഞാൻ എത്ര സാലറി ലഭിച്ചാലും എത്ര നല്ല സ്കൂളിൽ വിട്ടാലും എനിക്ക് നന്നായി ഈ പൈതലെ നോക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ദൈവസഭയിൽ മുമ്പിൽ ദൈവദാസന്മാരുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരയിൽ ഞാൻ ഏൽപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നു, കർത്താവേ, അങ്ങ് ഈ പൈതലെ നടത്തണം, ഈ പൈതലെ അങ്ങ് പുലർത്തണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. നിങ്ങൾ എത്ര വലിയ കോളേജിൽ പഠിപ്പിച്ചാലും എത്ര വലിയ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയാലും ഏത് രാജ്യത്ത് വിട്ട് അയച്ചാലും കുഞ്ഞുങ്ങൾ ദൈവം തന്ന ദാനമായുണ്ട്. ദൈവമായിരിക്കണം ഇവരെ നടത്തുവാൻ, ദൈവമായിരിക്കണം ഇവരുടെ പ്രോഗ്രാം പ്ലാൻ ചെയ്യേണ്ടത്. ഇവർ ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ പോകണം, ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം, ഹല്ലേലൂയ, എല്ലാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായി തീരണം. We have to be faithful stewards and let God be the masters. ഹല്ലേലൂയ. ദൈവം നമ്മളെ യജമാനനായി തീരട്ടെ. നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ വിശ്വസ്ത ദാസന്മാരായി തീരണം. ദൈവത്തിന് മുമ്പിൽ ഇവരെ നോക്കുവാൻ നമ്മൾ വിശ്വസ്ത ദാസന്മാരായി തീരണം. ദൈവമക്കളെ, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൂടെ അധികം നാള് ഇല്ല. ആമേൻ, സ്തോത്രം. ഇവർ കോളേജ് കഴിഞ്ഞ ഹോസ്റ്റലിൽ പോകും, അല്ല ജോലി ലഭിച്ചിട്ട് ചിലപ്പം വേറെ രാജ്യത്തിൽ പോകും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളെ ആമേൻ, സ്തോത്രം, നമ്മളെ ശരീരത്തിലെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ മരണമായിരിക്കും നമ്മൾ സംഭവിക്കുക. എന്തായാലും ആമേൻ, നമ്മൾ അധികം ആമേൻ ഫോർ എവർ ഇവരുടെ കൂടെ നിൽക്കുവാൻ സാധിക്കത്തില്ല. പക്ഷെ ദൈവമക്കളെ, നമ്മളുടെ കൈ ലഭിച്ചിരിക്കുന്ന സമയം നമ്മൾ വിശ്വസ്ത ദൈവത്തോട് വിശ്വസ്ത ദാസന്മാരായി ഇവരെ നോക്കുവാൻ, ഇവരെ പരിപാലിക്കുവാൻ, ഇവരെ കെയർ ചെയ്യുവാൻ, ഇവർക്കൊരു സേഫ് സോൺ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഒരുക്കി കൊടുക്കണം. ദൈവമക്കളെ, ചില ആഴ്ചകളായി ആമേൻ സ്തോത്രം, ഒത്തിരി പേരുടെ അനുഭവങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ആമേൻ സ്വന്തം ഭവനത്തിൽ ആമേൻ സ്തോത്രം ആമേൻ കുഞ്ഞുങ്ങൾക്ക് താമസിക്കുവാൻ പേടിയാ. സ്വന്തം പേരൻസ് കുഞ്ഞുങ്ങളെ അബ്യൂസ് ചെയ്യുന്ന കേസസ് ഉണ്ട്. സ്വന്തം പിതാവ് ആമേൻ മകളെ അബ്യൂസ് ചെയ്യുന്ന കേസസ് ക്രിസ്ത്യൻ ലോകത്തിലല്ല, പെന്തക്കോസ്തിലുണ്ട്. എന്നെ കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിച്ച വാർത്തകളാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ കരയണം. ദൈവം ഇവരെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ വിശ്വസ്തയോടെ ദൈവത്തിന് തിരിച്ചു കൊടുക്കേണ്ടതാ. ദൈവം കണക്ക് ചോദിക്കും. ഈ കുഞ്ഞുങ്ങളെ ആരെയും കണക്ക് ചോദിക്കും. നിങ്ങൾ ഇവർക്ക് ഇഷ്ടമുള്ള ഉടുപ്പും ഇവർക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോണും ഇവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്കുവാനല്ല. ഹല്ലേലൂയ. ഞാൻ ചില കുടുംബങ്ങളെ ഇവിടെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത്, കുഞ്ഞുങ്ങൾ പറയുന്നത്, കുഞ്ഞുങ്ങൾ ചെയ്ത് പമേൻ ആഗ്രഹിക്കുന്നത് തന്നെയാ പേരൻസ് ചെയ്ത് അല്ല. ദൈവമക്കളെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ ദൈവത്തിന് തിരിച്ചു കൊടുക്കേണ്ടതാ. We need to give account for the children that God has given us. Hallelujah. You are accountable to God about the children that He has given you. Hallelujah. ദൈവമക്കളെ, ഞാൻ വേഗത്തിൽ കടന്നു പോകട്ടെ. ശിശു ജനിക്കുന്നത് ഒരു മിറക്കിളാണ്. ഇറ്റ്സ് ആൻ അത്ഭുതം. ശിശു ജനിക്കുന്നത് അത്ഭുതമാണ്. ഹല്ലേലൂയ. ലോകം ഇതുവരെയും സ്തോത്രം ഈ അത്ഭുതത്തെ പൂർണ്ണമായി പഠിക്കുവാനും പോലും സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ശിശുവിനെ, ഈ പൈതലിനെ സ്തോത്രം വളർത്തുന്നത് ഇറ്റ്സ് എ പ്രോസസ്. ഹല്ലേലൂയ. ജനിക്കുന്നത് ഒരു മിറക്കിളാ, ഒരു അത്ഭുതമാ. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം നോർമൽ ഡെലിവറി അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ ആകുമ്പോൾ ആ പൈതൽ പുറത്തു വരുന്നു. പക്ഷേ ആ പൈതലെ വളർത്തുന്നത് ഇറ്റ്സ് എ പ്രോസസ്. ഒരു സാധനം, ഈ ഒരു ബോട്ടിൽ ഉണ്ടാക്കുവാൻ, പ്രിപ്പയർ ചെയ്യുവാൻ
ഫാക്ടറിയിൽ ഒത്തിരി പ്രോസസ്സിലാണ് കടന്നു പോകുന്നത്. ഈ ബോട്ടിൽ ഈ ഒരു അനുഭവത്തിലല്ല ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. ആമേൻ ഹല്ലേലൂയ. എത്ര പേര് ആമേൻ സ്തോത്രം ഫാക്ടറിയുടെ അസംബ്ലി ലൈൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. ദൈവമക്കളെ, ഒരു ചെറിയ ഒരു പീസ് പ്ലാസ്റ്റിക്കിലാ ഈ ഒരു വലിയ ബോട്ടിൽ ആരംഭിക്കുന്നത്. ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ബോട്ടിൽ ഈ ഷേപ്പും ഈ ലേബലും ഈ ക്യാപ്പ് ലഭിക്കുന്നത്. ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ കയ്യിൽ തന്നിരിക്കുന്നത്, ഈ പ്രോസസ് ദൈവം തന്നിരിക്കുന്ന ആ ഉദ്ദേശം ഇവരുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടിയാ ദൈവം നിങ്ങളെ കയ്യിൽ തന്നിരിക്കുന്നത്. വേഗത്തിൽ വായിക്കാം. ലൂക്കോസ് 2-ാം അധ്യായം 40-ാം വാക്യം വായിച്ചേ. പൈതൽ വളർന്നു. യേശുവിന്റെ കാര്യമാണ് പറയുന്നത്. യേശുവിന്റെ കാര്യം പറയുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. എന്തുണ്ടായിരുന്നു? ദൈവകൃപ അവന്റെ മേലുണ്ടായി. ജനിക്കുവാൻ ദൈവകൃപ വേണം. കുഞ്ഞ് വളരുവാൻ ദൈവകൃപ വേണം. ഐഡൻ ബോൺ ജനിക്കുവാൻ ദൈവകൃപ ആവശ്യമായിരുന്നു. ഇനി പൈതൽ ജീവിക്കുവാനും ദൈവകൃപ വേണം. ആമേൻ. സദൃശ്യവാക്യം 3-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. സദൃശ്യവാക്യം 3:4. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ബോധ്യമായ സൽബുദ്ധിയും പ്രാപിക്കുക. 1 ശമൂവേൽ 2-ാം അധ്യായം 26-ാം വാക്യം. ചില വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് ഒരു ദൂത് ഇവിടെ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ chapter 2 verses 26. ആമേൻ. യെസ്. ശമൂവേൽ ബാലനോ വളരുന്തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. ലൂക്കോസ് 2:52 വായിച്ചേ. അത് വായിച്ചിട്ട് ഈ ഒരു ദൂത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 2:52. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ദൈവമക്കൾക്ക് വരുന്ന അടുത്ത ഒരു വീഴ്ച ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവമക്കൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പൈതലെ ദൈവത്തിന്റെ കരയിൽ ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. പൈതൽ ദൈവത്തിന്റെ മുമ്പിൽ നന്നായി നടക്കുന്നുണ്ടല്ലോ, അത് മതി. സഭയിൽ ആക്റ്റീവാ, ഹല്ലേലൂയ. സഭയുടെ വിഷയങ്ങളെല്ലാം ആത്മീയമായ കാര്യങ്ങൾ പാട്ടുപാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, സകലത്തിലും നന്നായി നടക്കുന്നു. ഇല്ലാതെ യുവക്കളെ, ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിൽ ഒരുപോലെ തന്നെ കൃപ പ്രാപിക്കണം. യെസ്, hallelujah. You need to find favor in the sight of God as well as the sight of human beings. Hallelujah. ദൈവമക്കളെ, ആമേൻ. ദൈവമക്കൾ നമ്മൾ ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിൽ സാക്ഷ്യമുള്ളവരായി തീരണം. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിൽ സാക്ഷികളായി തീരും. ഹല്ലേലൂയ. They will be witness of God before man and before God. Hallelujah. സ്തോത്രം. അതാ ഈ വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. യേശു തന്റെ ഭവനത്തിൽ യോസേഫിനും ആമേൻ ഹല്ലേലൂയ മറിയയ്ക്കും വേണ്ടി മാത്രമല്ല, ദൈവത്തിനു വേണ്ടി മാത്രമല്ല, ആ ദേശത്തിലുള്ള പോയ സകല ദേശത്തിലുള്ള നിവാസികൾക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു പൈതലായിരുന്നു യേശു. ഹല്ലേലൂയ. അവസാനം ഞാൻ കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പേരൻസിന് വേണ്ടിയുള്ള അഡ്വൈസ് വേഗത്തിൽ വായിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം ആമേൻ 4-ാം വാക്യം. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ദൈവമക്കളെ, നമ്മളെ കുഞ്ഞുങ്ങളെ ഇവർക്ക് ഡിസിപ്ലിൻ പറഞ്ഞു കൊടുക്കണം. എന്താ ചെയ്യണം, എന്താ ചെയ്യാതെ ഇരിക്കേണ്ടതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഒരു വിധത്തിലും ഇവരുടെ ജീവിതത്തിൽ കോപം കടന്നു വരുവാൻ അവസരം കൊടുക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? കോപം വന്നാൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നു, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ, കൊലോഷ്യൻസ് chapter 3 verses 21, അധൈര്യപ്പെട്ട് പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കല്ലേ. ദൈവമക്കളെ, എന്താ ആമേൻ സ്തോത്രം, ചില പേരൻസ് കുഞ്ഞുങ്ങളെ അടിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇവർ നന്നാവും പറഞ്ഞ് ഇവരെ പുറകിൽ ആമേൻ പോയിക്കൊണ്ട് ആമേൻ ഇങ്ങനെ ആമേൻ ശിക്ഷ കൊടുത്തോണ്ടിരിക്കുക. ദൈവമക്കളെ, ഇവർക്ക് അവസാനം എന്താ സംഭവിക്കുന്നത്? ഇവരുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം കോപം വരും. ആമേൻ അല്ല, ഇവർക്ക് എന്താ വരും? ആമേൻ സ്തോത്രം അധൈര്യം വരും, ഡിസ്കറേജ്മെന്റ് വരും. ഡിസ്കറേജ്മെന്റ് വന്നാൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ, ഇവർക്ക്
ജീവിത മേഖലയില് ആമേൻ സ്തോത്രം ഓടുവാൻ സാധിക്കത്തില്ല, പഠിത്തത്തിൽ മുന്നേറുവാൻ സാധിക്കത്തില്ല. ഡിസ്കറേജ്മെന്റ് വന്നാൽ നല്ലൊരു ജോലി ലഭിക്കാൻ പാടാ. ആമേൻ സ്തോത്രം. മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുവാനും ഇവർക്കൊരു ഭയമായിരിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, പേരൻസ് നിങ്ങളോട് പറയട്ടെ, ആമേൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ബാലശിക്ഷ നിങ്ങൾ നൽകി കൊടുക്കണം. പക്ഷേ കോപിക്കാതെ വേണം ഇവർക്ക് അത് നൽകി കൊടുക്കണം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് കുഞ്ഞ് ആമേൻ പൈതലെ ആമേൻ ദൈവസന്നിധി ഡെഡിക്കേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ 118 സങ്കീർത്തനം 5 വാക്യം. ഹല്ലേലൂയ. ഇതൊരു വാഗ്ദത്തമായി ആമേൻ ഓരോ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് പ്രിയ സാജൻ ബ്രദർ, മെറിൻ സിസ്റ്റർ, ഇത് നിങ്ങൾ ഭവനത്തിൽ കൊണ്ടുപോകണം. വായിച്ചേ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. അടുത്ത വാക്യം വായിച്ചേ. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. അല്ല, ആ വാക്യമല്ല. ജസ്റ്റ് എ മിനിറ്റ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വായിക്കുന്നു, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഏത് വാക്യം നിങ്ങൾക്ക് ലഭിച്ചോ? ആർക്കും ലഭിച്ചോ? 15 വായിച്ചേ. യെസ്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം കൂടാരങ്ങൾ. നമുക്ക് ചേർന്ന് സഭയായി ഈ ഒരു വാക്യം നമുക്ക് ക്ലെയിം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. വായിച്ചേ. നീതി ആമേൻ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ആമേൻ ദൈവസന്നിധി പ്രിയ കുടുംബം, ആമേൻ പ്രിയ സാജ ബ്രദർ, മെറിൻ സിസ്റ്റർ, പ്രിയ ഐഡൻ മോൻ, അഡോൺ മോൻ, ആമേൻ സ്തോത്രം ഈ സമയത്ത് സ്റ്റേജിലേക്ക് കടന്നു വരും. പാസ്റ്റർ സാമും സ്റ്റേജിലേക്ക് കടന്നു വരും. ആമേൻ സ്തോത്രം. ഈ സമയത്തിൽ നമുക്കൊരു പാട്ട് ദൈവസന്നിധി നമുക്ക് പാടാം. വാഴ്ത്തുക നീ മനമേ, ആമേൻ സ്തോത്രം എൻ പറഞ്ഞേ എന്ന് ഹല്ലേലൂയ പാട്ട് പാടുമ്പോൾ ആമേൻ ഈ കുടുംബം സ്റ്റേജിലോട്ട് കടന്നു വരും. വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർക്കു, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർക്കു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, വാഴ്ത്തുക നീ പരമേ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ. ദൈവമക്കളെ, ദൈവസഭയെ, നമ്മൾ പ്രിയ സാജൻ ബ്രദർ, മെറിൻ സിസ്റ്റർ ദാനമായി കൊടുത്ത മൂത്ത പൈതൽ അഡോൺ ദൈവസന്നിധിയിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ദൈവനാമത്തിനു വേണ്ടി അനുഗ്രഹിച്ച ആമേൻ കഴിഞ്ഞ നാളുകൾ ഓർക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രിയ സാം പാസ്റ്ററിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവർക്ക് ഈ കുടുംബത്തിന് ദാനമായി കൊടുത്ത രണ്ടാമത്തെ പൈതൽ ആമേൻ സ്തോത്രം ഈ സമയത്തിൽ ദൈവസന്നിധി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ അടുത്ത് വരുന്നു. ദൈവമക്കളെ, നമ്മൾ ചേർന്ന പ്രാർത്ഥിക്കാൻ പോകുന്നത് ദൈവസഭയുടെ സാന്നിധ്യം, ആമേൻ ദൈവസഭയിലുള്ള ദൈവമക്കൾ, ആമേൻ ദൈവ സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നു. ദൂതന്മാരുടെ സാന്നിധ്യം ഈ ഹോളിലുണ്ട്. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യവും ആ ദൂതന്മാരുടെ സാന്നിധ്യത്തില് പ്രിയ പൈതലെ നമ്മൾ ദൈവസന്നിധിയിൽ നമുക്ക് അനുഗ്രഹിച്ച നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയ മെറിൻ സിസ്റ്റർ മാതാവിന്റെ കയ്യിൽ നിന്ന് ഹല്ലേലൂയ പൈതലെ ആമേൻ ഞാൻ കയ്യിൽ എടുത്തിരിക്കുന്നു. നമുക്ക് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ശേഷം ആമേൻ പ്രിയ സാജ ബ്രദർ, പ്രിയ പൈതലെ പിതാവില് ആമേൻ പിതാവുക്ക് ഞാൻ പൈതലെ കൈമാറും. ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങനെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ സഭായത്തിന് നടുവിൽ ഹല്ലേലൂയ പ്രിയ പൈതൽ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളെല്ലാം ഈ പൈതൽ ദൈവം സഹായിച്ചു. ഞങ്ങൾ കർത്താവ് ഇപ്പം ആമേൻ സാക്ഷ്യങ്ങൾ കേട്ടതുപോലെ
ആമേൻ ഉദരത്തിലായിരുന്നപ്പം ഒത്തിരി പ്രയാസങ്ങൾ പ്രിയ മാതാവ് കടന്നുപോയി. പക്ഷെ ദൈവം കൊടുത്ത ആ സേഫ് സോണിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് കർത്താവേ, ഒരു ദുഷ്ടൻ കാണാതെ വേണം, ഹല്ലേലൂയ, ഒരു ജഡത്തിന്റെ ശക്തി അതിന്മേൽ ഏൽക്കാതെ വേണം. ദൈവം ജയത്തോടെ പൈതലെ ദൈവം തക്ക സമയത്തിൽ ദൈവം പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്തു കർത്താവേ, ഹല്ലേലൂയ. കഴിഞ്ഞ മാസങ്ങൾ, കഴിഞ്ഞ വർഷം പ്രിയ പൈതലെ ദൈവം അനുഗ്രഹിച്ചു, വളർച്ച ദൈവം നൽകിക്കൊടുത്തു, ബുദ്ധി ദൈവം നൽകിക്കൊടുത്തു. ആമേൻ. ദൈവത്തെ സ്തുതിക്കുന്ന പൈതലായി ദൈവം വാർത്തെടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഈ മെയ് മാസം, ഈ അവസാനത്തെ ദിവസങ്ങൾ, ഈ ആമേൻ വെള്ളിയാഴ്ച സഭായത്വ നടുവിൽ ആമേൻ ഇവർ കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിച്ചതുപോലെ ദൈവസഭയുടെ മുമ്പിൽ ഈ പൈതലെ ഡെഡിക്കേറ്റ് ചെയ്യുവാൻ ദൈവസഭയിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കർത്താവേ. ഇന്ന് സന്ധ്യാസമയം കർത്താവേ, ഈ പൈതലെ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുവാൻ ദൈവസഭയിൽ ആഗ്രഹിക്കുന്ന കർത്താവേ, അതിന്റെ കൃപകളാൽ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ കർത്താവേ. ഓ ലോർഡ്, ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് അനുഗ്രഹമായി, ആമേൻ, ദൈവസഭയ്ക്ക് അനുഗ്രഹമായി, കുടുംബത്തിന് അനുഗ്രഹമായി, ദേശത്തിന് അനുഗ്രഹമായി, ഏറ്റവും അനുഗ്രഹമായ പൈതലായി വളരുവാൻ ദൈവം ഇടയാക്കണമേ കർത്താവേ. ആമേൻ. ഇവരെ പേരിട്ടിരിക്കുന്ന പോലെ ആമേൻ, പ്രിയ ഏഡൻ, ആമേൻ, ഹല്ലേലൂയ, ഫിലിപ്പ്, സാജൻ പറയുന്ന ഈ പൈതലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സഭ നാമത്തിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പൈതൽ ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ കർത്താവേ. വളർച്ചയിലെ ഓരോ ദിവസങ്ങൾ ആമേൻ ദൈവം ഘട്ടത്തിൽ ദൈവം കൂടിയിരിക്കണമേ കർത്താവേ. ആമേൻ. ദൈവസഭയ്ക്ക്, ദൈവദാസന്മാർക്ക്, കുടുംബത്തിനും ആമേൻ, പോകുന്ന സ്കൂളില്, പോകുന്ന കോളേജില്, ആമേൻ, ജീവിതത്തിലെ ഓരോ യാത്രയില് ദൈവ സാന്നിധ്യം പകരണമേ കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവസഭയുടെ മുമ്പിൽ പ്രിയ ഏഡൻ, ഫിലിപ്പ്, സാജനെ ഈ സമയത്ത് പ്രസന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി ഈ പൈതൽ പ്രയോജനപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവകരങ്ങൾ, ദൈവമക്കളെല്ലാം കരങ്ങൾ അടിച്ച് പ്രിയ പൈതലെ സ്വാഗതം ചെയ്യാം. പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സാംപാസ് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. മുഴങ്കാലിരിക്കുവാൻ സാധിക്കുവാണെങ്കിൽ മുഴങ്കാലിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ പാസ്റ്റർ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനിഷ്ടം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിന്, പരിശുദ്ധാത്മാവിന്റെ അളവറ്റ കൃപയ്ക്കായി ഓ രാമശാമര നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നൽകിയ ദാനമായിട്ട് അഭിഷക്തന്റെ കരങ്ങളാൽ കർത്താവെ ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ. ഈ കുടുംബത്തിൻ്റെ മേൽ ദൈവം കൊടുത്ത തലമുറകൾക്കായി സ്തോത്രം. കർത്താവെ അടോൺമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവനെ അനുഗ്രഹിക്കണമേ, ദൈവകൃപയിൽ വളർന്നു വരട്ടെ. പ്രിയ എയ്ഡൻ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവൻ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ കർത്താവെ അവിടുത്തെ വലിയ കൃപ നിന്റെ ദാസിയുടെ മേൽ ദൈവം നൽകിയതിനായി സ്തോത്രം. പലരുടെയും മുമ്പ് ചോദ്യചിഹ്നമായപ്പോൾ കർത്താവ് ചെയ്ത അത്ഭുതത്തിനായി നന്ദി പറയുന്നു. തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായി. എന്റെ ദാസിയുടെ മേൽ ദൈവം കൊടുത്ത കൃപയ്ക്ക് നന്ദി.
പ്രത്യേക സമയത്ത് ദൈവത്തിൻ്റെ ശക്തി ദൈവം പകർന്നതിനായി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. ഈ പൈതന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വളരും തോറും ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദമുള്ളവനായി അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയായി ആമേൻ ഈ തലമുറ മാറട്ടെ. ദാൻ മുതൽ ബേർശേവ വരെ അറിയപ്പെടുന്ന ഒരു ശൗമേൽ ബാലനെ ഹന്നയ്ക്ക് ദൈവം നൽകിയതുപോലെ രാജ്യങ്ങൾ അറിയപ്പെടുന്നവനായി, രാജ്യങ്ങളെ കീഴടക്കുന്നവനായി അഭിഷക്തന്മാർ ഞങ്ങൾ ഒന്നിച്ച് ഈ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ പഥ്യോപദേശത്തിൽ ദൈവകൃപയിൽ ജ്ഞാനത്തിൽ വളർത്തുവാൻ പ്രത്യേകമായ കൃപയുടെ മേൽ പകരണമേ കർത്താവ്. അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകണമേ, ആവശ്യമായ ജ്ഞാനം കൊടുക്കണമേ. ദൈവകൃപയുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയും മറച്ചാട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അനുഗ്രഹമായി തീരും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ കണ്ണുകൾ അടയ്ക്കാം. ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഹമേൻ സ്തോത്രം. ഈ ഹമേൻ ഹല്ലേലൂയ സഭയുടെ ആശീർവാദം പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് ഫുഡിൻ്റെ അറേഞ്ച്മെന്റ് ഉണ്ട്, അതും വഹിച്ച് ദിവസം നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ പാപ്പച്ചനങ്ങൾ ചുരുക്കമായി ഈ സമയത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട് ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അമ്മേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം ഞങ്ങൾക്ക് ലഭിച്ചതിനായി സ്തോത്രം. കടന്ന നിമിഷം മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ കൃപയ്ക്കുള്ളിലായിരിക്കാൻ തക്കണം കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ശുഷിപ്പാൻ കർത്താവിൻ്റെ ദാസന്മാരെല്ലാം കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ആമേ, ആദ്യ തൊട്ട് അവസാനം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം മറവിൽ എല്ലാവരെയും നിയന്ത്രിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. അവസാനമായി ആമേ കർത്താവ് ദർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ആ കുടുംബത്തെ കർത്താവ് ദേശത്ത് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒരാഴ്ച കാലം ജീവിപ്പാൻ വേണ്ട വലിയ കൃപ ഞങ്ങൾക്ക് തരുമാറാകണമേ കർത്താവേ. ആമേ, ഞങ്ങൾ കർത്താവ് കാണാത്തൊരാഴ്ചയിലേക്ക് ഞങ്ങൾ കടക്കുന്ന കർത്താവേ. ദുഷ്ടൻ ഞങ്ങളെ ആരെയും പന്താടുവാൻ സുഖം സമ്മതിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മധ്യത്തിൽ കടന്നു ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് ബലപ്പെടുത്തണമേ കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ മടങ്ങിപ്പോയിട്ട് ദിവസം മറവ് ഞങ്ങളെ മറിക്കണം. കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിയണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സഹവാസം നമ്മളോട് കൂടെ, പ്രത്യേകിച്ച് നമ്മളെ നടുവിൽ വന്ന സാംപാസിനു കൂടെയും ഇന്ന് ദൈവസന്നിൽ ഡെഡിക്കേറ്റ് ആയ അമേൻ പ്രിയ ഏഡൻ മോന് കൂടെയും കർത്താവിന്റെ മടങ്ങി വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യാം തന്ന കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ഫുഡ് പുറത്ത് റെഡി ആയിരിക്കുന്നു, പക്ഷേ പോകാം. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. അടുത്ത ആഴ്ച നമുക്ക് ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഷെയർ ചെയ്യും. ഗോഡ് ബ്ലെസ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. All my days I've been held in your hand. From the moment that I wake up until I lay my head, oh, I will sing of the goodness